BVA 181 2024 ജൂണിലെ, അതായത് തൊട്ട് മുമ്പ് കഴിഞ്ഞ പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്കത് സോൾവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, 50 ക്വസ്റ്റ്യൻസ് ആണ്, 50-ലാണ് മാർക്ക്. ഒന്നാമത്തെ ചോദ്യം, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് എ നാച്ചുറൽ എൻവയോൺമെന്റ്? താഴെ പറയുന്നതിൽ ഏതാണ് സ്വാഭാവിക എൻവയോൺമെന്റ്, സ്വാഭാവിക പരിസ്ഥിതി? അതായത് മനുഷ്യന്റെ ഇടപെടലില്ലാത്ത സ്വാഭാവിക പരിസ്ഥിതി ഫോറസ്റ്റ് ആണ്. രണ്ടാമത്തെ ചോദ്യം, ഹൂ ഡെവലപ്ഡ് ദി കോൺസെപ്റ്റ് ഓഫ് ഡിറ്റർമിനിസം? ഡിറ്റർമിനിസം എന്ന കോൺസെപ്റ്റ് ആരാണ് വികസിപ്പിച്ചെടുത്തത്? ഡിറ്റർമിനിസം എന്ന കോൺസെപ്റ്റ് വികസിപ്പിച്ചെടുത്തത് ഫ്രെഡറിക് റാറ്റ്സൽ ആണ്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ 12-ാമത്തെ പേജിൽ തന്നെ ഈ കാര്യം പറയുന്നുണ്ട്. മൂന്നാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് വൺ ഓഫ് ദ 17 സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ്? 17 സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് പറയുന്നുണ്ട്. അതായത് നോ പോവർട്ടി, സീറോ ഹങ്കർ, ക്വാളിറ്റി എഡ്യൂക്കേഷൻ, ഇങ്ങനെ പറയുന്ന 17 കാര്യങ്ങൾ. അപ്പോൾ അതിൽ പെടാത്തത് ക്ലൈമറ്റ് ആക്ഷൻ പെടുന്നുണ്ട്, ക്വാളിറ്റി എഡ്യൂക്കേഷൻ അതിൽ പെടുന്ന കാര്യമാണ്. ക്വാളിറ്റി എഡ്യൂക്കേഷൻ അതിൽ 4-ാമത്തെ കാര്യമാണ്, ക്ലൈമറ്റ് ആക്ഷൻ 13-ാമത്തെ കാര്യമാണ്. ജെൻഡർ ഈക്വാലിറ്റി എന്ന് പറയുന്നത് അതിൽ 5-ാമത്തെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോളാണ്. അതേസമയം ഹെൽത്ത് കെയർ അല്ല, ഗുഡ് ഹെൽത്ത് എന്ന് പറയുന്ന ഒരു കാര്യം അത് 3-ാമത്തെ പോയിന്റാണ്, അല്ലാതെ ക്വാളിറ്റി ഹെൽത്ത് കെയർ അല്ല. അപ്പോൾ ഈ ഇവിടെ തന്നിരിക്കുന്ന ക്വാളിറ്റി ഹെൽത്ത് കെയർ അതിൻ്റെ കൂട്ടത്തിലുള്ളതല്ല, അത് തെറ്റിച്ചവരിട്ടിരിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ഏതാണ് അല്ലാത്തത്, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾ 17 ഉള്ളതിൽ പെടാത്തത് ഈ 2-ാമത്തേതാണ്. 4-ാമത്തെ ചോദ്യം, ലൈഫ് ഡസ് നോട്ട് എക്സിസ്റ്റ് ബിയോണ്ട് ഡാഷ് മീറ്റേഴ്സ് അബവ് സീ ലെവൽ? നോക്കൂ, മീൻ സീ ലെവൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? സാധാരണ ശരാശരി സമുദ്രനിരപ്പ്, ശരാശരി സമുദ്രനിരപ്പിൽ 9000 മീറ്റർ മുകളിൽ വരെയും ജീവനുണ്ട്. ബാക്ടീരിയങ്ങളോ സൂക്ഷ്മ സസ്യങ്ങളോ പ്രാണികളൊക്കെ ഉണ്ടാവാം. പക്ഷെ അതിന് മുകളിലില്ല. ബയോസ്ഫിയർ അവിടെ അവസാനിക്കുകയാണ്, മുകളിലേക്ക്, സമുദ്രനിരപ്പിൽ നിന്ന് മുകളിലേക്ക്, ആൾട്ടിറ്റ്യൂഡിൽ. ഇനി സീ ലെവലിൽ നിന്ന്, മീൻ സീ ലെവലിൽ നിന്ന് താഴേക്കാണെങ്കിൽ 11,000 മീറ്റേഴ്സ് ആണ് ബയോസ്ഫിയർ ഉള്ളത്. അവിടെയും എന്താണ് ലൈഫ്, അതിന് താഴെ ലൈഫ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ഈ 2 പോയിന്റും പഠിക്കണം. ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ മുകളിലേക്കുള്ള 9000 മീറ്ററിൻ്റെ ഹൈറ്റാണ് മീൻ സീ ലെവലിൽ നിന്നുള്ള ബയോസ്ഫിയറിൻ്റെ ഹൈറ്റാണ് ചോദിച്ചു കഴിഞ്ഞെങ്കിൽ, മീൻ സീ ലെവലിൽ നിന്ന് താഴേക്കുള്ള ഡെപ്ത് ചോദിക്കാൻ വേറെ ക്വസ്റ്റ്യൻ പേപ്പറിൽ അത് 11,000 ആണ്. 2 പോയിന്റും ഓർത്ത് ചെയ്യുക, ഏതാണ് ചോദിക്കുന്നതെന്ന് അറിയില്ല. 5-ാമത്തെ ചോദ്യം, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് പ്ലേസ്ഡ് അറ്റ് ട്രോപ്പിക് ലെവൽ 5 ഇൻ അക്വാട്ടിക് എൻവയോൺമെന്റ്? 5 ട്രോപ്പിക് ലെവലുകളുണ്ട് നമുക്കറിയാം. ഗ്രീൻ പ്ലാന്റ്സ് അഥവാ പ്രൊഡ്യൂസേഴ്സ് ആയിട്ടുള്ള ഗ്രീൻ പ്ലാന്റ്സ് ആണ് ട്രോപ്പിക് ലെവൽ 1. ദെൻ ഗ്രീൻ പ്ലാന്റ്സിനെ കഴിക്കുന്ന ഹെർബിവറസ് ആയിട്ടുള്ള ജീവികളാണ് ട്രോപ്പിക് ലെവൽ 2. അത് ചെറിയ പ്ലാങ്ക്ടനുകൾ, ജന്തു പ്ലാങ്ക്ടനുകൾ, സസ്യ പ്ലാങ്ക്ടനുകൾ കഴിക്കുമ്പോൾ ഈ സൂ പ്ലാങ്ക്ടനുകൾ, ഫൈറ്റോ പ്ലാങ്ക്ടനുകൾ എന്ന് പറയുന്ന സൂക്ഷ്മ മൈക്രോ പ്ലാന്റുകളെ കഴിക്കുമ്പോൾ ഈ ഫൈറ്റോ പ്ലാങ്ക്ടനുകൾ തീർച്ചയായിട്ടും 2nd ട്രോഫിക് ലെവലാണ്. അവയെ സ്മോൾ ഫിഷസ് കഴിക്കുന്നു, അപ്പോൾ അത് 3rd ട്രോഫിക് ലെവലായി. അവയെ ലാർജ് ഫിഷ് കഴിക്കുന്നു, അത് 4th ട്രോഫിക് ലെവലായി. ലാർജ് ഫിഷിനെ ഷാർക്ക് കഴിക്കുന്നു, 5th ഷാർക്കാണ് അപ്പോൾ 5th ട്രോഫിക് ലെവലിൽ വരുന്നത് അക്വാട്ടിക് എൻവയോൺമെൻറ്റിലെ ജലം എന്ന ആവാസ വ്യവസ്ഥയിൽ. ഇനി 6-ാമത്തേത് നോക്കുക, ദ മെയിൻ റിസർവോയർ ഓഫ് സൾഫർ ഇൻ ദ ബയോസ്ഫിയർ ഈസ്? ബയോസ്ഫിയറിലെ സൾഫറിൻ്റെ പ്രധാന റിസർവോയർ സമുദ്രമാണ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ സൾഫറിൻ്റെ റിസർവോയർ അഥവാ അതിൻ്റെ കലവറയെന്ന് പറയാവുന്നത് സമുദ്രമാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. ഇനി അടുത്ത 7-ാമത്തെ ചോദ്യം, ഇൻ ഇക്കോളജിക്കൽ സക്സഷൻ ദ ഇൻ്റർമീഡിയറ്റ് കമ്മ്യൂണിറ്റി സ്റ്റേജ് ഈസ് ടേംഡ് ആസ് ഡാഷ്? ഇക്കോളജിക്കൽ സക്സഷനിൽ ഇൻ്റർമീഡിയറ്റ് കമ്മ്യൂണിറ്റി സ്റ്റേജിന് നമ്മൾ പറയുന്ന പേരെന്താണ്? അത് ഇൻ്റർമീഡിയറ്റ് കമ്മ്യൂണിറ്റി സ്റ്റേജ് എന്ന് പറയുന്നത് ഗ്രാസ് കമ്മ്യൂണിറ്റിയാണ്. അതായത് നമ്മൾ കമ്മ്യൂണിറ്റി സക്സഷൻ, ഈ പ്രപഞ്ചത്തിൽ ഭൂമിയിൽ സസ്യങ്ങൾ ഉണ്ടായതിൻ്റെ കഥ പറയുമ്പോൾ, അതിൻ്റെ പിന്തുടർച്ചയുടെ സക്സഷൻ്റെ കഥ പറയുമ്പോൾ, ഏറ്റവും ആദ്യം വേരൊന്നും മണ്ണിൽ ഉറപ്പിച്ച് നിർത്താത്ത വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന തരം പ്ലാന്റ്സ് ആണ് ഉണ്ടായത്. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞപ്പോൾ പാറയിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന പായൽ പോലത്തെ മോസ് എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെടുന്ന പ്ലാന്റ്സ് ആണ് ഉണ്ടായത്. അത് കഴിഞ്ഞിട്ടാണ് ഗ്രാസ് എന്ന് പറയുന്ന വേരുകളുള്ള ഗ്രാസും ഹെർബ്സും ഒക്കെ ഉണ്ടാകുന്നത്. ഇക്കോളജിക്കൽ സെക്ഷനിൽ ഏതാണ്ട് മിഡിലിൽ നടുക്ക് വരുന്ന ഇൻ്റർമീഡിയറ്റ് ആയിട്ട് വരുന്നത് ഇവരാണ്. അതും കഴിഞ്ഞിട്ട് ഷ്രബ്സ്, ബുഷും ആണ് ഉണ്ടാകുന്നത്. അത് കഴിഞ്ഞിട്ടാണ് വലിയ വലിയ മരങ്ങൾ ഈ ഭൂമിയിൽ ഉണ്ടാകാൻ തുടങ്ങിയത്. അപ്പോൾ അതിൻ്റെ നടുക്കുള്ള ആൾക്കാർ, ഇൻ്റർമീഡിയറ്റ് ആയിട്ടുള്ള ആൾക്കാർ ഗ്രാസ്, ഹെർബ് എന്നിവയാണ് ഇവിടെ തന്നിരിക്കുന്നതനുസരിച്ച് ഗ്രാസ്. വേറെ ചോദ്യം, ആൻഡ് ഇറ്റ് ഈസ് ജയന്റ് ഫ്ലൈയിങ് സ്ക്വിറൽസ് ആൻഡ് സ്ലോത്ത്സ് ആർ ഫൗണ്ട് ഇൻ ഡാഷ്? ഇതൊക്കെ നോക്കൂ, ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റിൽ, ഉഷ്ണമേഖല മഴക്കാടിൽ, നമ്മുടെ വെസ്റ്റേൺ ഘട്ട് പോലുള്ള വളരെ ഹോട്ട്സ്പോട്ടുകൾ എന്ന് പറയപ്പെടുന്ന, ബയോഡൈവേഴ്സിറ്റിയുടെ ഹോട്ട്സ്പോട്ടുകൾ എന്ന് പറയുന്ന സ്ഥലങ്ങളിൽ കാണുന്ന ജീവികളാണ് ഇവ 3. ആൻറ്റീറ്ററും അതെ, ജയന്റ് ഫ്ലൈയിങ് സ്ക്വിറലും അതെ,
മലയണ്ണാനെ പോലെ ചിറക് വിരിച്ചൊരു മരക്കൊമ്പിൽ നിന്ന് മറ്റൊരു മരക്കൊമ്പിലേക്ക് അതിന് ചാടാൻ കഴിയും. അത് തന്നെ. പിന്നെ സ്ലോത്തുകൾ, ഇവയൊക്കെ അത്തരം ട്രോപ്പിക്കൽ റേഞ്ച് ഓപ്ഷനാണ്. ആൻഡ് എസ്റ്ററി ഈസ് എ ട്രാൻസിഷണൽ സോൺ റെപ്രസെൻറ്റിംഗ്. ഒരു എസ്റ്ററി എന്ന് പറയുന്നത് എന്തിനെ പ്രതിനിധീകരിക്കുന്ന ട്രാൻസിഷണൽ സോണാണ്. ഒരു എസ്റ്ററി എന്ന് പറയുന്നത് ഓർമ്മിക്കുക, അത് ഏറ്റവും കൂടുതൽ പ്രൊഡക്ടിവിറ്റി, മത്സ്യക്കുഞ്ഞുങ്ങളൊക്കെ പെറ്റുപെരുകുന്ന സ്ഥലമാണ്. ഏറ്റവും കൂടുതൽ പ്രൊഡക്ടിവിറ്റി ഉള്ള ഒരു ഏരിയയാണ്, ലാർജ് ബേസിലുള്ള ഏരിയ ആണെന്ന് വേണമെങ്കിൽ പറയാം. എന്താണ് എസ്റ്ററി എന്ന് അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടി പറയട്ടെ. ഒരു പുഴ, അതായത് ശുദ്ധജലം വരുന്ന പുഴ, ഒരു ഉപ്പുജലമുള്ള കടലുമായി ചേരുന്ന ആ അഴിമുഖ ഭാഗത്തെ അവിടെ ഒരു ദ്വീപ് പോലെയൊക്കെ രൂപപ്പെട്ടിട്ടുണ്ടാവും. മണൽത്തിട്ടകൾ അതിനെ ചുറ്റി കവർ ചെയ്ത് പുഴ ഒഴുകി കടലിലേക്ക് ചെന്ന് ചേരുന്ന ഭാഗമുണ്ട്. ഇത് വളരെ പ്രൊഡക്ടിവിറ്റി കൂടുതലുള്ള ഒരു ഏരിയ ആണ്. ആ മൂന്നാമത്തെ പോയിന്റാണ് ഒരു എസ്റ്ററി എന്ന് പറയുന്ന സോൺ റെപ്രസെൻ്റ് ചെയ്യുന്നത്. അല്ലാണ്ട് ബാക്കി പറയുന്ന സലൈൻ വാട്ടറിൻ്റെ വാസ്റ്റ് ഏരിയ ഒന്നും അല്ല. കാരണം അവിടെ ഉപ്പുവെള്ളത്തിന് കട്ടി കുറവായിരിക്കും. കാരണം ഈ ഫ്രഷ് വാട്ടർ ഒന്നും ഉപ്പുവെള്ളത്തിൽ കലരുന്ന ഭാഗമായതുകൊണ്ട് ഉപ്പിന് ഗാഢത കടുപ്പം കുറവായിരിക്കും. അപ്പോൾ ഈ ഒന്നാമത്തെ പോയിന്റ് സ്മോൾ നമ്പർ ഓഫ് ഓർഗാനിസംസ് എന്ന് പറയുന്നത് തെറ്റാണ്. ഏറ്റവും കൂടുതൽ ഓർഗാനിസംസ് മത്സ്യങ്ങളും മറ്റ് ജീവികൾക്കും വളരാൻ പറ്റിയ സാഹചര്യം ഒരു എസ്റ്ററിയിലാണ് എന്നുള്ള ഓർക്കുക. ഇനി 10ാമത്തെ ചോദ്യം, വിച്ച് ബയോം എക്സ്പീരിയൻസ് ഇൻറ്റൻസ് ഹീറ്റ് ആൻഡ് സ്ട്രോങ് വിൻഡ്. തീവ്ര ചൂടും ശക്തമായ കാറ്റും അനുഭവപ്പെടുന്ന ബയോം ഏതാണ്? അത് മരുഭൂമിയാണ്, ഡെസേർട്ട് ബയോമാണ്. അത് ഗ്രാസ് ലാൻഡോ തുന്ദ്ര ബയോമോ ഒന്നുമല്ല. ഇനി അപ്പോൾ അതേതാണ് ഡെസേർട്ട് ബയോം എന്നുള്ളതാണ് ഉത്തരം. 11ാമത്തെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് അക്വാട്ടിക് ഓർഗാനിസം ഈസ് ഫൗണ്ട് ലിവിങ് അറ്റ് ദ ബോട്ടം ഓഫ് ദ വാട്ടർ മാസ്. ഈ വെള്ളത്തിൻ്റെ വാട്ടർ മാസിൻ്റെ അടിയിൽ കാണപ്പെടുന്ന അക്വാട്ടിക് ഓർഗാനിസം താഴെ പറയുന്നതിൽ ഏതാണ്? നമുക്ക് ബെന്തോസ് എന്ന് പറയുന്ന തരം ജീവികൾ, അതായത് ക്രാബ്, ലോബ്സ്റ്റർ അങ്ങനെയുള്ള ജീവികളൊക്കെ കടലിൻ്റെ അടിത്തട്ട്, അതാണുള്ള ബന്ധിക് ഇക്കോസിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ബന്ധിക് എന്ന് പറയുന്ന ബോട്ടം ലെവൽ ഓഫ് ഓഷ്യൻ മാസ് അല്ലെങ്കിൽ വാട്ടർ മാസ് ആണ്. അവിടെ കാണുന്നത് ഈ പറയുന്ന ബെന്തോസ് എന്ന് പറയുന്ന തരം ജീവികളാണ്. നമുക്ക് പോകേണ്ടത് 12ാമത്തെ ക്വസ്റ്റ്യനിലേക്കാണ്. എന്താണെന്ന് നോക്കാം. 12ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ റിന്യൂവബിൾ റിസോഴ്സ്. അതായത് നമുക്ക് വീണ്ടും പൊല്യൂഷൻ ഫ്രീ ആയിട്ടുള്ളതും വീണ്ടും ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന വിഭവം ഏതാണ്? കൽക്കരിയും പെട്രോളിയം നാച്ചുറൽ ഗ്യാസൊക്കെ തീർന്നു, ഇനി ഉണ്ടാക്കാൻ പറ്റില്ല. പക്ഷേ ഫോറസ്റ്റ് നമുക്ക് മരം വീണ്ടും വെച്ച് പിടിപ്പിച്ചുകൊണ്ട് ഉണ്ടാക്കാം, റിന്യൂ ചെയ്യാം. അതുപോലെ തന്നെ പൊല്യൂഷൻ ഫ്രീയുമാണ്. ഇനി ദ പ്രോസസ് ബൈ വിച്ച് സോളിഡ് വാട്ടർ ചേഞ്ചസ് ഡയറക്ട്ലി ടു വേപ്പർ ഫേസ് ഈസ് നോൺ ആസ്. ഈ സോളിഡ് വാട്ടർ അഥവാ അതിനെ നേരെ നമുക്ക് ജലബാഷ്പമായി മാറ്റാൻ കഴിയുന്ന ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ, അതിനെന്ത് പേര് പറയാം? അതിനെ പറയുന്ന പേര് സബ്ലിമേഷൻ എന്നാണ്. ഇനി 14ാമത്തെ ചോദ്യം, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ട്രഡീഷണൽ വാട്ടർ മാനേജ്മെൻറ്റ് സിസ്റ്റം ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ ട്രഡീഷണൽ വാട്ടർ മാനേജ്മെൻറ്റ് സിസ്റ്റം എന്ന് പറയുന്നത് താഴെ പറയുന്നത് ഏതാണ് അല്ലാത്തത്? സ്പ്രിങ്ക്ലർ ഇറിഗേഷൻ ഇന്ത്യയിലെ നല്ല ലോകത്ത് എവിടെയും പുതിയതാണ്, മോഡേൺ ആയിട്ടുള്ള ഒരു ടെക്നിക്കാണ്. സ്പ്രിങ്ക്ലർ ഇറിഗേഷൻ പണ്ട് ഉണ്ടായിരുന്നില്ല. അതുപോലെ ജൊഹാദുകളും കുൽസും ബാംബു ഡ്രിപ്പ് ഇറിഗേഷനും ഒക്കെ പഴയ കാലത്ത് പണ്ട് മനുഷ്യർ ഉപയോഗിക്കുന്നതാണ്. പക്ഷേ സ്പ്രിങ്ക്ലർ ഇറിഗേഷൻ ഇത് ഒരു പുതിയ വാട്ടർ മാനേജ്മെൻറ്റ് സിസ്റ്റം തന്നെയാണ്. ഇന്ത്യയിലെ നല്ല എല്ലായിടത്തും അങ്ങനെയാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഈ ഓപ്ഷനാണ്, 3ാമത്തെ ഓപ്ഷനാണ് ശരിയായിട്ടുള്ളത്. 15ാമത്തെ ചോദ്യം, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ മെഷർ ടു കൺട്രോൾ സോയിൽ എറോഷൻ. മണ്ണൊലിപ്പിനെ തടയാൻ പറ്റാത്ത താഴെ പറയുന്നത് ഏതാണ് എന്നാണ് ചോദിക്കുന്നത്. മണ്ണൊലിപ്പിനെ തടയാൻ പറ്റാത്തത് ഏതെന്ന്, അതായത് ഷ്രബും ട്രീസും ഗ്രാസും ഒക്കെ വളർത്തുന്ന മണ്ണൊലിപ്പിനെ തടയും, സോയിൽ എറോഷനെ പ്രിവെൻറ്റ് ചെയ്യും. അപ്പം അതല്ല. ഇനി 2ാമത്തേതാണ്, കടൽ തീരത്ത് വലിയ കടൽ ഭിത്തി കെട്ടുന്നത്, ബ്രോഡ് വാൾസ്, കരിങ്കൽ കടൽ ഭിത്തികളൊക്കെ, അത് ഒരു പരിധിവരെയൊക്കെ മണ്ണൊലിപ്പിനെ തടയും. എന്നാൽ 4ാമത്തെ നോക്കി, ചെക്ക് ഡാമുകൾ പണിയുന്നത് നല്ല തന്നെയാണ്. മഴയത്ത് കുത്തി ഒഴുകുന്ന വെള്ളം മുഴുവൻ നേരെ കടലിലേക്ക് മണ്ണോടുകൂടി ഒഴുകി പോകുന്നത് തടയാനായി സാധിക്കും. പക്ഷെ 3ാമത്തേത് എന്താ പറഞ്ഞിരിക്കുന്നത്, ഈ കടലിലേക്കുള്ള ചെരുവുകളിൽ ഇടയ്ക്ക് മരങ്ങൾ വെട്ടിക്കളയണം, റിമൂവ് ചെയ്യണം. അത് ശരിയല്ല, അത് മണ്ണൊലിപ്പിനെ കൂട്ടുകയുള്ളൂ. അപ്പം നോട്ട് എ മെഷർ ടു കൺട്രോൾ സോയിൽ എറോഷൻ എന്നുള്ളത് ഈ 3ാമത്തേതാണ്, അതിൽ ഉൾപ്പെടാത്തത്. ഇനി വിച്ച് വൺ ഓഫ് ദ 16ാമത്തെ ചോദ്യമാണ്, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ ഇക്കോളജിക്കൽ സിഗ്നിഫിക്കൻസ് ഓഫ് ഫോറസ്റ്റ്. വനങ്ങളുടെ പരിസ്ഥിതി പ്രാധാന്യം ഏതാണ്? പ്രൊവൈഡിങ് ന്യൂമറസ് ലൈഫ് സസ്റ്റെയിനിങ് ഫാർമസ്യൂട്ടിക്കൽ പ്രോഡക്ട്സ് ആണോ? അത് മനുഷ്യന് മരുന്ന് നൽകുന്നു എന്നുള്ളത് വനങ്ങളുടെ പ്രാധാന്യമാണ്. പക്ഷെ അത് ഇക്കോളജിക്കൽ പ്രാധാന്യമല്ല, അത് ഹ്യൂമൻ പ്രാധാന്യമാണ്. വുഡും ബാമ്പു പൾപ്പ് ഉപയോഗിച്ച് ന്യൂസ് പേപ്പർ ഉണ്ടാക്കുക എന്ന് പറയുന്നത് മനുഷ്യനുള്ള പ്രാധാന്യമാണ്, ഹ്യൂമൻ പ്രാധാന്യമാണ്, ഹ്യൂമൻ ഇമ്പോർട്ടൻസ് ആണ്, ഇക്കോളജിക്കൽ പ്രാധാന്യമല്ല, ഇക്കോളജിക്കൽ ഇമ്പോർട്ടൻസ് അല്ല. സോയിൽ എറോഷനെ ചെക്ക് ചെയ്യുന്നു, പ്രിവെൻറ്റ് ചെയ്യുന്നു എന്നുള്ളത് ഓക്കെ, അത് ഇക്കോളജിക്കലി നല്ലൊരു കാര്യമാണ്, അത് മനുഷ്യനല്ല, ഭൂമിക്ക് നല്ലതാണ്. അപ്പം 3ാമത്തെ പോയിന്റ് കാരണം അല്ല. 4ാമത്തെ പോയിന്റ് ഗോത്രവർഗ്ഗങ്ങൾക്ക് ജീവിതമാർഗം തരും വനങ്ങളെന്ന്, അതൊക്കെ ശരിയാണ്, മനുഷ്യന് ഗുണമുള്ള കാര്യം, അതല്ല ചോദിച്ചേക്കുന്നത്. ഇക്കോളജിക്കലി സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഈ 3ാമത്തെ മണ്ണൊലിപ്പിനെ തടയുന്നു എന്നുള്ള പോയിന്റാണ്.
ഇനി നമുക്ക് 17ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ക്രൗൺ ഫയർ ടേക്ക് പ്ലേസ് ഇൻ ദ ഡാഷ്. ക്രൗൺ ഫയർ ഉണ്ടാകുന്നത് എപ്പോഴും നിബിഡ വനങ്ങളിലാണ്, ഡെൻസ് ഫോറസ്റ്റാണ്. തിങ്ങി എന്ന് പറഞ്ഞു വരുന്ന വലിയ വലിയ മരങ്ങളുള്ള കാടുകളിലാണ്, കൊടുങ്കാടുകളിലൊക്കെയാണ് ക്രൗൺ ഫയർ ഉണ്ടാകുന്നത്. അടുത്ത ചോദ്യം 18. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് എനേബിൾസ് ട്രൈബൽ ആൻഡ് അതർ ഫോറസ്റ്റ് ഡ്വല്ലേഴ്സ്. താഴെ പറയുന്നതിൽ ഏതാണ് ട്രൈബൽസ് ഗോത്രവർഗ്ഗക്കാർക്കും മറ്റ് ഫോറസ്റ്റ് ഡ്വല്ലേഴ്സിനും ഗുണകരമാകുന്ന വനനിയമം ഏതാണ്? 2006 ഫോറസ്റ്റ് റൈറ്റ് ആക്ട് ആണ്. ഈ വനത്തിൽ താമസിക്കുന്ന ആദിവാസികൾക്കും ഗോത്രവർഗ്ഗക്കാർക്കും ഒക്കെ അനുകൂലമായിട്ടുള്ള ഒരു വനനിയമം 2006 ഫോറസ്റ്റ് ആക്ട് ആണ്. ഇനി 19ാമത്തത് ഹോട്ട്സ്പോട്ട്സ് ആർ റീജിയൻസ് ഓഫ് ഡാഷ്. ഹോട്ട്സ്പോട്ടുകൾ എങ്ങനെയുള്ള പ്രദേശങ്ങളാണ് എന്നാണ് ചോദ്യം. ഹോട്ട്സ്പോട്ടുകൾ ഹൈ എൻഡമിസത്തിൻ്റെ പ്രദേശങ്ങളാണ്. എന്താണ് ഹൈ എൻഡമിസം എന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ബയോഡൈവേഴ്സിറ്റി ഉള്ള സ്ഥലങ്ങളാണ് ഹൈ എൻഡമിസം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഹോട്ട്സ്പോട്ടുകൾ ഹൈ എൻഡമിസത്തിൻ്റെ സ്ഥലങ്ങളാണ് എന്ന 19ാമത്തെ ചോദ്യം അതാണ്. ദേ കണ്ടെയ്ൻ സ്പീഷീസ് ദാറ്റ് ആർ നോട്ട് ഫൗണ്ട് എനിവെയർ എൽസ് ഓൺ എർത്ത്. ഭൂമിയിൽ വേറെ എവിടെയും കാണാത്ത അത്രയും സ്പീഷീസ് ഈ ഹോട്ട്സ്പോട്ട് പ്രദേശങ്ങളിലുണ്ട്. നമ്മുടെ വെസ്റ്റേൺ ഗട്ട്സ് ഹോട്ട്സ്പോട്ട് റീജിയനാണ്, ഹിമാലയൻ പ്രദേശത്തൊക്കെ ഉണ്ട് ഈ ഹോട്ട്സ്പോട്ട് റീജിയൻസ്. ഇനി വിച്ച് ഓഫ് ദ ഫോളോയിങ് ഹാസ് ദ മാക്സിമം ജനറ്റിക് ഡൈവേഴ്സിറ്റി ഇൻ ഇന്ത്യ. ഏറ്റവും കൂടുതൽ ജനറ്റിക് ജൈവ വൈവിധ്യം ഉള്ളത് ഏത് എന്നാണ്? മാംഗോയാണ്. 1500 തരം മാവുകൾ മാംഗോസ് ഉണ്ടെന്നാണ് പറയുന്നത്. തേക്കിൻ്റെ കാര്യത്തിൽ ടീക്ക് എന്നാണെങ്കിൽ അത് 300 വെറൈറ്റിയേ ഉള്ളൂ. തേയിലയാണെങ്കിൽ 100 വെറൈറ്റിയേ ഉള്ളൂ. ഗോതമ്പാണെങ്കിൽ വീറ്റാണെങ്കിൽ 20 വെറൈറ്റീസേ ഉള്ളൂ. ഇനി 21ാമത്തത് വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് എ യൂസ് വാല്യൂ ഓഫ് ബയോഡൈവേഴ്സിറ്റി. ബയോഡൈവേഴ്സിറ്റിയുടെ മനുഷ്യന് പ്രയോജനമുള്ള യൂസ് വാല്യൂ എന്ന് പറയുന്നത് എക്സിസ്റ്റൻസ് വാല്യൂ ആണ്. അപ്പോൾ അതാണ് ഓർക്കേണ്ടത്. ഇനി അടുത്തത് 22. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് അബൌട്ട് ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി ഇൻ ഇന്ത്യ ഈസ് നോട്ട് കറക്റ്റ്. ഇന്ത്യയിലെ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റിയെ സംബന്ധിച്ച് ഏത് സ്റ്റേറ്റ്മെൻറ്റാണ് കറക്റ്റ് എന്ന് ചോദിച്ചിരിക്കുന്നത്, കറക്റ്റ് അല്ലാത്തതെന്ന് ചോദിച്ചിരിക്കുന്നത്? ഇവിടെ കുറേ സ്റ്റേറ്റ്മെൻറ്റുകൾ പറയുന്നുണ്ട്. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് അബൌട്ട് ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി ഇന്ത്യ ഈസ് നോട്ട് കറക്റ്റ്. ഇന്ത്യ ഈസ് വൺ ഓഫ് ദ 12 സെൻറ്റേഴ്സ് ഓഫ് ഒറിജിൻ ഓഫ് കൾട്ടിവേറ്റഡ് പ്ലാന്റ്സ് എന്നതാണ് കറക്റ്റ് അല്ലാത്തത്. കൾട്ടിവേറ്റഡ് പ്ലാന്റ്സിൻ്റെ ഇന്ത്യ ഹാസ് 12 ബയോജിയോഗ്രഫിക്കൽ റീജിയൻസ് എന്ന് പറഞ്ഞിരിക്കുന്നു. 4 ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട്സ് ആർ ഫൗണ്ട് ഇൻ ഇന്ത്യ ആൻഡ് ഇറ്റ്സ് നെയ്ബറിംഗ് കൺട്രീസ് എന്ന് പറഞ്ഞിരിക്കുന്നു. ഇന്ത്യ ഹാസ് 26 റെക്കഗ്നൈസ്ഡ് എൻഡമിസം സെൻറ്റേഴ്സ്. ഇതിൽ ആദ്യത്തേതാണ് ഇന്ത്യ ഈസ് വൺ ഓഫ് ദ 12 സെൻറ്റേഴ്സ് ഓഫ് ഒറിജിൻ ഓഫ് കൾട്ടിവേറ്റഡ് പ്ലാന്റ്സ്. ഇനി നമുക്ക് 23ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് എ നോൺ കൺവെൻഷണൽ സോഴ്സ് ഓഫ് എനർജി. താഴെ പറയുന്നതിൽ ഏതാണ് ഒരു നോൺ കൺവെൻഷണൽ സോഴ്സ് ഓഫ് എനർജി എന്ന ചോദ്യമാണ്. അതായത് വിൻഡ് എനർജിയാണ്, പൊല്യൂഷൻ ഫ്രീ ആണ്, എന്നാൽ പാരമ്പര്യ കൽക്കരി, പെട്രോളിയം, നാച്ചുറൽ ഗ്യാസ്, ആറ്റമിക് എനർജി ഒക്കെ എന്താണ് കൺവെൻഷനലാണ്. നമ്മൾ കൺവെൻഷണൽ അല്ലാത്തത് എന്ന് പറയുമ്പോൾ പുത്തൻ ആയിട്ട് കണ്ടുപിടിക്കപ്പെട്ട ഊർജ്ജ ഉറവിടം, കാറ്റിൽ നിന്നുള്ള വൈദ്യുതി, സോളാർ എനർജി, ഹൈഡ്രോ എനർജി ഒക്കെ നോൺ കൺവെൻഷനൽ ആണെന്ന് പറയാം. യൂസ് ഓഫ് നോൺ കൺവെൻഷണൽ സോഴ്സ് ഓഫ് എനർജി ഈസ്. നോൺ കൺവെൻഷണൽ സോഴ്സ് ഓഫ് എനർജി ഉപയോഗിക്കുന്നത് എന്താണ്? അത് പൊല്യൂഷൻ ഫ്രീ ആണ്, ചീപ്പാണ്, ബോത്ത് ചീപ്പ് ആൻഡ് പൊല്യൂഷൻ ഫ്രീ ആണ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ബോത്ത് ചീപ്പ് ആൻഡ് പൊല്യൂഷൻ ഫ്രീ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. നോൺ കൺവെൻഷണൽ സോഴ്സ് പലപ്പോഴും ചെലവ് ചുരുങ്ങിയതുമാണ്, പൊല്യൂഷൻ ഫ്രീയുമാണ്. ഇനി മോസ്റ്റ് സ്യൂട്ടബിൾ ഫ്യൂവൽ ഫോർ എ ഫ്യൂവൽ സെൽ ഈസ്. ഒരു ഫ്യൂവൽ സെല്ലിൽ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഫ്യൂവല് ഹൈഡ്രജൻ ആണ്. ഫ്യൂവൽ സെല്ലിലെ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഫ്യൂവല് ഹൈഡ്രജൻ ആണ്. ഇനി 26ാമത്തെ ചോദ്യം ഇതാണ്. സ്ലഡ്ജ് ഗ്യാസ് ലാർജ്ലി കൺസിസ്റ്റ് ഓഫ് ഡാഷ്. സ്ലഡ്ജ് ഗ്യാസിൽ കാർബൺ ഡൈ ഓക്സൈഡ് 30%, മീഥെയിൻ 65% കൂടി ചേർന്ന മിക്സാണ് സ്ലഡ്ജ് ഗ്യാസ് എന്ന് പറയുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ എന്താണെന്ന് ചോദിച്ചിരുന്നത്? ഏറ്റവും കൂടുതൽ മീഥെയിൻ ആണ് എന്നാണ് ഉത്തരം. 27ാമത്തത് ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ ഈസ് യൂസ്ഡ് ഫോർ ഡാഷ്. ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ ഉപയോഗിക്കുന്നത് ആനകളിലാണ്. പേജ് 162 ടെക്സ്റ്റ് ബുക്കിലുണ്ട്. കണ്ടോ, ആനകളിലാണ് ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ ഉപയോഗിക്കുന്നത് കൂടുതലായിട്ട്. ഇനി 28 ഇവിടെ തന്നിരിക്കുന്ന ഓപ്ഷൻ കേട്ടോ. ഇനി 28 ഫോസ്റ്ററിങ് എന്ന് പറഞ്ഞ ഒരുതരം കൺസർവേഷൻ ടെക്നിക്ക് ഉണ്ടല്ലോ. ഈ പക്ഷി കുഞ്ഞുങ്ങളുടെ മുട്ടകളൊക്കെ എടുത്തുകൊണ്ട് ഒന്ന് സെപ്പറേറ്റ് നമ്മളുടെ നിയന്ത്രണത്തിൽ വളർത്തിയെടുത്ത് അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ സുരക്ഷിതമായി വളർത്തിയെടുക്കുന്ന ഏർപ്പാടൊക്കെയാണ് ഈ ഫോസ്റ്ററിങ് എന്ന് പറയുന്നത്. ഇത് വിജയകരമായി നമ്മൾ കണ്ടിരിക്കുന്നത് വൂഫിംഗ് റെയിൻ്റെ കാര്യത്തിലാണ്. പണ്ട് 1946 21 കൊക്കുകൾ വൂഫിംഗ് റെയിനുകൾ ഉണ്ടായിരുന്നത്. നമ്മൾ ഈ ഫോസ്റ്ററിങ് ടെക്നിക്ക് ഉപയോഗിച്ചതിന് ശേഷം നമുക്ക് അതിൻ്റെ എണ്ണം വർദ്ധിപ്പിച്ചെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. 300 പക്ഷികളായിട്ട് 1996 അത് മാറി. ഇത് പേജ് 163 അത് ഉണ്ട് ടെക്സ്റ്റ് ബുക്കിൽ.